ഷിരൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ട അർജുന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി DNA പരിശോധനയ്ക്കായി ഇന്ന് സാമ്പിൾ ശേഖരിക്കുന്നുണ്ട്. 3 ദിവസത്തിനകം പരിശോധനാ ഫലം വരും. അതിനുശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് MK രാഘവൻ MP അറിയിച്ചു. സംസ്കാരം ഉൾപ്പെടെയുള്ള മറ്റ് ചെലവുകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. അർജുനൊപ്പം കാണാതായ മറ്റ് 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. KB ശ്രീധരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീധരൻ, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പ്രതീക്ഷകൾക്കൊടുവിൽ നമുക്കൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. 71ാം ദിനം. ഇനിയിപ്പോൾ ഈ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള പരിശോധന ഇന്ന് നടക്കുമല്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്രീധരൻ? ഉമൈബാൻ, ഇന്നലെ ഈ ക്യാബിനുള്ളിൽ നിന്ന്, ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും അത് മംഗലാപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിച്ച് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തും. DNA സാമ്പിളുകൾ, അതായത് അർജുൻ്റെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് സഹോദരൻ്റെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇത് മാച്ചിങ് ആയാൽ കൃത്യമായിട്ട് തന്നെ എത്രയും വേഗം ഇത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടക്കും. ഏതായാലും യാതൊരു വിധത്തിലുള്ള കാലതാമസവും നടപടികൾക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ MLAയും ജില്ലാ ഭരണകൂടവും ഒക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. നേരത്തെ DNA ടെസ്റ്റ് വേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു കുടുംബത്തിനുണ്ടായത്. അതായത് ഇനിയും കാലതാമസം ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈ തിരിച്ചറിയാവുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ശരീരഭാഗങ്ങളിൽ നിന്ന് കിട്ടി എന്ന് ഇന്നലെ ജിതിൻ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ DNA ടെസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു. പക്ഷേ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് 2 പേർ കൂടി ഇവിടെ കാണാതായിട്ടുണ്ട്. ജഗന്നാഥും ലോകേഷും ഈ പ്രദേശവാസികളാണ്. ഏതെങ്കിലും കാലത്ത് ഇവർ ഏതെങ്കിലും അവകാശവാദവുമായിട്ട് വന്നാൽ ഉള്ള ഒരു പ്രശ്നം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് DNA പരിശോധനയിലൊക്കെ പോകണം എന്നുള്ള ഒരു നിലപാട് ജില്ലാ ഭരണകൂടം എടുക്കുന്നത്. ഏതായാലും ആ നടപടികൾ കാർവാർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. ഏതായാലും മംഗലാപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി ഈ ലോറിയുടെ ക്യാബിൻ കയറ്റുന്നതിനുള്ള ശ്രമങ്ങളും, പുഴയിൽ നിന്ന് കയറ്റുന്നുള്ള ശ്രമങ്ങളും ഇന്ന് നടക്കും. രാവിലെ 8 മണിയോടുകൂടിയാണ് ആ ശ്രമങ്ങൾ നടക്കുക. ഇന്നലെ തന്നെ അതിനുവേണ്ടി നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും പലപ്പോഴും ക്രെയിൻ പൊട്ടിയും അതുപോലെ തന്നെ ഈ ക്രെയിൻ ചെളിയിൽ പുതഞ്ഞുമൊക്കെ ഈ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇന്ന് കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് ഇത് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കും. അതോടൊപ്പം തന്നെ ഈ ടയറുകൾ ഈ അപകടത്തിൽപ്പെട്ട് ആകെ ടൈറ്റായിട്ടിരിക്കുകയാണെന്നാണ് ലോറി ഉടമകൾ പറയുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ലൂസാക്കി കൊടുത്താൽ, പ്രത്യേകം മെക്കാനിക്ക് കൊണ്ടുവന്ന് ഇതൊന്ന് ലൂസാക്കി കൊടുത്ത് മുകളിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും ഇന്ന് നടക്കുക. രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ ക്രെയിൻ കയറ്റുന്ന നടപടികൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇന്നും മഴ മുന്നറിയിപ്പുണ്ട്. ചെറിയ ആശങ്ക അതൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും അർജുൻ്റെ ശരീരഭാഗങ്ങൾ കിട്ടിയതോടുകൂടി തന്നെ ഈ മിഷൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാട്ടിലേക്ക് ഈ ശരീരഭാഗങ്ങൾ അവസാനമായി വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ കടമ്പയാണുള്ളത്. ഈ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയ ആ സമയത്ത് തലഭാഗം അതിൽ ഉണ്ടായിരുന്നില്ല. മണ്ണിൽ പുതഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ബാക്കി ശരീരഭാഗങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്യാബിനുള്ളിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് വെട്ടിമുറിച്ച് വീണ്ടും പരിശോധന നടത്തുന്ന നടപടികളും ഉണ്ടാകും. ഏതായാലും രാവിലെ തന്നെ കാർവാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ സാമ്പിളുകൾ മംഗലാപുരത്തെ ലാബിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്രീധരൻ, കണ്ണാടിക്കലിലെ കുടുംബം മാത്രമല്ല, കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടിയിട്ട്. ഒടുവിൽ നമുക്ക് ചേതനയറ്റ ഒരു ദേഹമാണ് കിട്ടുന്നതെങ്കിൽ കൂടിയും ഇനിയിപ്പോൾ DNA പരിശോധനയാണ്. അത് നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ച പോലെ തന്നെ നിയമപരമായിട്ടുള്ള വശങ്ങൾ കൂടിയുണ്ട്. 2 പേരെ കൂടി കാണാതായിട്ടുണ്ട് അർജുനൊപ്പം. പക്ഷേ ഈ അർജുൻ്റെ ലോറിയിൽ അർജുൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാബിനിൽ കണ്ടെത്തിയ ആ മൃതദേഹ ഭാഗങ്ങൾ ഏതാണ്ട് ഉറപ്പാണ് അർജുൻ്റേതെന്ന്. പക്ഷേ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണല്ലേ ഈ DNA പരിശോധന അത് നിർബന്ധമായി വരുന്നത്?
തീർച്ചയായിട്ടും ഈ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ അതിൽ മണ്ണിൽ പുതഞ്ഞും കിടക്കുകയായിരുന്നു. ആ ക്യാബിനുള്ളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് അർജുൻ്റേതാണ് എന്ന് കുടുംബം, അതുപോലെ തന്നെ ലോറി ഉടമ ഒക്കെ ഉറപ്പിക്കുന്നത്. പക്ഷേ ഇതിന് നിയമപ്രശ്നങ്ങളുണ്ട്. അത് ഭാവിയിൽ ഉണ്ടാവാൻ ഇടയുണ്ട്. കൂടുതൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. ഇതിനാലൊക്കെ തന്നെയാണ് ഇപ്പോൾ അത് പരിശോധനകളിലൂടെ കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ എന്താണോ അതെല്ലാം അതിലൂടെയെല്ലാം തന്നെ കടന്നു പോകണം എന്നുള്ള ഒരു നിലപാട് ഇവർ എടുക്കുന്നത്. ഏതായാലും ആ നടപടികൾ വളരെ വേഗത്തിൽ, ഇന്നലെ ജില്ലാ കളക്ടർ പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഫലം വരും. ആ 2 ദിവസത്തിൻ്റെ ഫലം വന്നാൽ ശനിയാഴ്ചയോടെ തന്നെ ഒരുപക്ഷെ ഈ ഭാഗങ്ങൾ ഇവിടേക്ക്, അതായത് വീട്ടിലേക്ക് എത്തിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കർണാടക സർക്കാരും നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇക്കാര്യത്തിലൊരു പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്തു. ഏതായാലും 72ാം ദിവസമാണ് ഇങ്ങനെയൊരു റിസൾട്ട് ഈ വിഷയത്തിൽ ഷിരൂർ മിഷൻ അർജുനിൽ ഒരു റിസൾട്ട് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ നമുക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോകെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഏതെങ്കിലും ആ കുടുംബത്തിന് ഇന്നലെ മനാഫൊക്കെ പറഞ്ഞ പോലെ തന്നെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും എന്തെങ്കിലും ലഭിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു പിന്നീട് ആ കുടുംബത്തിനൊക്കെ ഉണ്ടായത്. ഏതായാലും അതിനൊടുവിലാണ് ഇപ്പോൾ ഈ വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും ഈ 72ാം ദിവസം ഈ മിഷൻ അർജുൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് യാതൊരു വിധത്തിലുള്ള താമസവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും MLAയും കർണാടക സർക്കാരുമൊക്കെ പറയുന്നത്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ കാർവാറിലേക്ക് എത്തിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും ഈ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് AK അഷ്റഫ് MLA ആവട്ടെ, MK രാഘവൻ MP ആവട്ടെ, KC വേണുഗോപാൽ ആവട്ടെ, സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നുമുണ്ട്. ശ്രീധരൻ, ജൂലൈ 16-നാണ് അർജുനെ കാണാതാകുന്നത്. അവിടെ മുതൽ അങ്ങോട്ട് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലല്ല സംഭവിച്ചത്. കേരളത്തിന് പുറത്ത് കർണാടകയിലെ ഷിരൂർ എന്ന സ്ഥലത്താണ് കാലാവസ്ഥ എന്തുമാത്രം വെല്ലുവിളി സൃഷ്ടിച്ചതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കർണാടകയും കേരളവും 2 സംസ്ഥാനങ്ങളും മനുഷ്യസ്നേഹികളായിട്ടുള്ള ഒരുപാട് പേരും ഒത്തുചേർന്നുള്ള സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യം നമ്മൾ കണ്ടതാണ്. പല വെല്ലുവിളികളും അതിജീവിച്ചാണ് ഇപ്പോൾ 71ാം ദിനത്തിലേക്ക് അർജുൻ്റെ ആ ലോറിയും അതുപോലെ തന്നെ മൃതദേഹ ഭാഗങ്ങളും നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും കർണാടകയുടെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുള്ള പിന്തുണയും നമുക്ക് ലഭിക്കുന്നുണ്ട്, അർജുൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഇപ്പോൾ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ അവിടെ തുടരുന്നുണ്ടല്ലേ ശ്രീധരൻ? തീർച്ചയായിട്ടും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ തന്നെ ആദ്യം ചില ഉദാസീന മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി അത് കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി. മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ഓഫീസ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടു. ജൂലൈ 19 മുതൽ തന്നെ ഈ തിരച്ചിൽ അത് പൂർണ്ണതോതിൽ ആരംഭിച്ചിരുന്നു. കര നാവിക സേനകളൊക്കെ ഇവിടേക്ക് എത്തി. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ നടപടികൾക്ക് ഉണ്ടായിരുന്നു. ഏതായാലും ആദ്യ ഘട്ടത്തിൽ ഇത് ഒരു വിജയത്തിലേക്ക് എത്തിയില്ല. പലപ്പോഴും പ്രകൃതി അല്ലെങ്കിൽ മഴ വലിയ തടസ്സമായി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ മിഷൻ മുന്നോട്ട് പോയി. പലപ്പോഴും സുപ്രീം കോടതി വരെ ഈ അർജുൻ കേസ് എത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. കർണാടക ഹൈക്കോടതിയും തിരച്ചിൽ തുടരണമെന്നുള്ള നിലപാടൊക്കെ എടുത്തു. നിലവിലേതായാലും അതിനൊടുവിൽ ഇപ്പോൾ ഈ മിഷൻ വീണ്ടും തുടങ്ങുകയും അവസാനം ഇപ്പോൾ ഈ ലോറി ക്യാബിൻ കണ്ടെത്താനാവുകയും അർജുൻ്റെ ശരീരഭാഗങ്ങളായിട്ടെങ്കിലും അർജുനെ കണ്ടെത്താനൊക്കെ ആവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വലിയ സാമ്പത്തിക തടസ്സം ഉണ്ടാവില്ല എന്ന് കർണാടക സർക്കാർ അറിയിച്ചു. പലപ്പോഴും കേരളത്തിലുള്ള ജനപ്രതിനിധികൾ കർണാടക മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കാണുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. നിലവിലേതായാലും ഈ അവസാന നിമിഷത്തിൽ എല്ലാ ഇടപെടലുകളും സാധ്യമാക്കും എന്ന് സിദ്ധരാമയ്യ ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഒരു ഫോളോ അപ്പിന് വേണ്ടി ഇവിടെ തുടരുന്നുമുണ്ട്. രാവിലെ മഴയുണ്ട് ചെറുതായിട്ടെങ്കിലും. അത് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം കയറ്റുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എന്നാൽ പോലും 3 ക്രെയിനുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇന്നലെ ലോറി ഉടമകളൊക്കെ അറിയിച്ചിട്ടുള്ളത്.